കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ജ്യോതിഷം ശാസ്ത്രത്തിൻ്റെ കണ്ണാണെന്നാണ് പറയുന്നത്. 6 ശാസ്ത്രങ്ങളിൽ ചക്ഷുവാണ് ജ്യോതിഷം എന്നാണ് പറയപ്പെടുന്നത്. ആ ജ്യോതിഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയാനുണ്ട്. ജ്യോതിഷം എത്ര പഠിച്ചാലും തീരത്തില്ല. ഒരു കടൽ പോലെ കിടക്കുന്നതാണ്. ഒരു അറിവും സമ്പൂർണ്ണമായിട്ട് ആർക്കും ഉണ്ടാകത്തില്ല ജ്യോതിഷത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിങ്ങനെ കിടക്കുകയാണ്. ഓരോ വർഷങ്ങൾ കഴിയുന്നവരും ഓരോ ഗ്രഹനിലയും ജാതകങ്ങളും ഒക്കെ പരിശോധിച്ച് ഇങ്ങനെ കിടക്കുന്നത് എന്ന് പറയുന്നതിനുള്ളൊരു അവസ്ഥയാണ്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ചൈനക്കാർ ഉപയോഗിക്കുന്നതായിട്ടുള്ള ജ്യോതിഷ സമ്പത്ത് ഞാൻ പറഞ്ഞു തന്നത് ഫെങ്ഷുയി എന്ന് പറഞ്ഞ ചി എന്ന ഒരു പോസിറ്റീവ് എനർജിയെ അവർ പറയുന്നത് ചി എന്നാണ്. അപ്പോൾ ആ ചി എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് എനർജിയെ നമ്മുടെ ഗൃഹത്തിലും ഗൃഹാന്തരീക്ഷത്തിലും ദുരുപയോഗപ്പെടുത്തുന്നതായിട്ടുള്ള വിഷയങ്ങളും ധനം വരാതിരിക്കുന്നതോ ഐശ്വര്യം വരാതിരിക്കുന്നതോ അല്ലെങ്കിൽ അന്യോന്യം പരസ്പര വിദ്വേഷം ഉണ്ടാക്കുന്നതായിട്ടുള്ള ഘടകങ്ങളെ മാറ്റി സമ്പൽ സമൃദ്ധി കൂടുതൽ ഉണ്ടാക്കി തരാനാണ് ചി എന്ന് പറയുന്ന ഒരാൾ അവിടെ പ്രവേശിക്കുക. പഴയ കാലത്തൊരു അതിനൊരു കഥ കൂടുണ്ട്. കാരണം വെച്ചാൽ പഴയ കാലത്ത് ചൈനയിൽ കുബേരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാഫിംഗ് ബുദ്ധ എന്ന് പറയും. അപ്പോൾ ആ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് ചൈനയിൽ ഇങ്ങനെ അന്യോന്യം വിവാഹമൊന്നും കഴിക്കാതെ നല്ല വയറും ഒക്കെ ആയിട്ട് ആരുടെയും ഒത്താശ കൊണ്ടോ ആരുടെയും ഫലം കൊണ്ടോ ആരുടെയും ധനം കൊണ്ടോ ജീവിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാൾ, ആ ഒരാൾ ഭയങ്കര കുംഭയോടുകൂടി ഭയങ്കര വയറോടുകൂടി ഇരിക്കുന്ന ഒരാൾ, ഈ ആൾ എവിടെ ചെന്നിരുന്ന് കഴിഞ്ഞാലും ധനം ഇഷ്ടം പോലെ ഉണ്ടാകുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ രാജാവ് പറഞ്ഞു, ഇന്നയാളെ ചില കുബേരൻ എന്നാണ് പിന്നെ പിൽക്കാലത്ത് എൻ്റെ പേര് വന്നത്, ഇന്നയാളെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകാം, നമുക്ക് ധനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാനോ മറ്റു കാര്യത്തിനോ ഒന്നുമല്ല. ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം മധുരപലഹാരങ്ങളും കുട്ടികളുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ കുട്ടികൾ എവിടെ കാണുന്നു, അതിന് പഴയ കാലത്ത് ചൈനക്കാർ കുട്ടികളെയൊക്കെ പിന്നെ ഈ ഇദ്ദേഹം വരുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചു നിർത്തുമായിരുന്നു. പുള്ളിക്കാരൻ അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ മുട്ടായി കൊടുക്കുമായിരുന്നു. അന്നത്തെ ദിവസം നല്ലതായിരുന്നു എന്നൊരു പറച്ചിലുണ്ട്. ഇത് എത്രമാത്രം ശരിയാണെന്നും എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ലളിതമായിട്ടുള്ള അറിവിൽ പറഞ്ഞതാണ്. കാരണം അപ്പോൾ അങ്ങനെ ധനം ഉണ്ടാക്കി തരാൻ എവിടെ ഇരിക്കുന്നു അവിടെ ധനം ഉണ്ടാവും. അത് തന്നെയാണ് ഫെങ്ഷുയിൽ നമ്മൾ പറയുന്നത്. ചി എന്ന ഫെങ്ഷുയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതാണ് നമ്മുടെ ചുറ്റുപാടിലെ ഊർജ്ജങ്ങളെ മെച്ചപ്പെടുത്താൻ, നമ്മുടെ ചുറ്റുപാടിലുള്ള മോശമായിട്ട് ഊർജ്ജങ്ങൾ മാറ്റി അതിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഫെങ്ഷുയിൽ ലാഫിംഗ് ബുദ്ധ, സ്ഫടികമൊക്കെ കുട്ടികളോടൊത്ത് സ്ഫടികം, പിന്നെ പുറത്തോട്ട് തൂക്കിയിട്ട് സ്വർണ്ണക്കട്ടികൾ പുറത്തോട്ട് തൂക്കിയിട്ട് നിൽക്കുന്നതായിട്ടുള്ള ബുദ്ധ, പിന്നെ ഫ്രണ്ട് വശത്ത് മുൻപിൽ ഇഷ്ടംപോലെ സ്വർണ്ണ നാണയങ്ങൾ ഇരിക്കുന്നതായിട്ടുള്ള ബുദ്ധ, പിന്നെ അതുപോലെ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം എന്ന് പറഞ്ഞാൽ മുക്കാലി തവള എന്ന് പറയും. ഈ മുക്കാലി തവളയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാലേ ഉള്ളൂ. ആ 3 കാലുള്ള തവള നമ്മുടെ ഗൃഹത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി ധനം ഇത് ചാടി പിടിക്കുമെന്നാണ് പറയുന്നത്. വാ ഇങ്ങനെ പൊളന്നിരിക്കും. എന്നിട്ട് വാ പൊളന്നിട്ട് ആ വായ്ക്കകത്ത് ഒരു ചൈനീസ് നാണയം ഉണ്ടാവും. അപ്പോൾ ചൈനീസ് നാണയം, ഇപ്പം ഈ ചൈനീസ് നാണയം ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സാധനം നമ്മൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വരുന്ന പൊസിഷനിൽ നമ്മുടെ വീടിൻ്റെ ഗ്രഹം എവിടെയാണോ നമ്മൾ കയറി വരുന്നത്, ആ കയറി വരുന്നതിൻ്റെ അഭിമുഖമായിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ധനം വരികയും ഐശ്വര്യം വരികയും സമ്പൽ സമൃദ്ധി ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് മുക്കാലിത്തവളയാണ്. ഇതിൻ്റെ അടിവശത്ത് കണ്ടില്ലേ, ഇതിൻ്റെ അടിവശത്ത് ഒരുപാട് നാണയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടാ ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എന്താ പറയുക കഷ്ടനഷ്ടങ്ങളുള്ള അവിടെയുള്ള ഊർജ്ജം, മോശമായിട്ട് ഊർജ്ജത്തെ മാറ്റി നന്മയുള്ള ഊർജ്ജം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ചില മോശ സമയത്ത് ധാരാളം ധനം വന്നു ചേരാൻ ഉഗ്രനായിട്ടുള്ള ഒരു സാധനം, ധനം വന്നു ചേരാൻ നല്ലതായിട്ടുള്ള ഒരു അവസ്ഥ. പക്ഷേ ഇത് നമ്മുടെ കേരള വാസ്തുവിൽ നിന്നും വന്നിരിക്കുന്നതായിട്ടുള്ള വിഷയമാണ്. വാസ്തു ഇത് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളെ ക്ഷേത്രങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ആമയെന്ന് പറയുന്നൊരു സാധനം വെച്ചിട്ടുണ്ട് ഇല്ലേ, ആമ. അപ്പോൾ ആമ എങ്ങോട്ടാണ് വെച്ചിരിക്കുന്നത്? നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളും മിക്കതും കൊടിമരത്തിന് താഴ്വശത്തായിട്ടാണ്. എന്തിനാണ് വെച്ചിരിക്കുന്നത്? വശത്തിന് താഴ്വശത്തായിട്ട് ദേവൻ അഭിമുഖമായിട്ട് ആമയെ വെച്ച് കഴിഞ്ഞാൽ ദേവൻ്റെ സ്വത്തുവകകളെങ്ങും പോകില്ല. അതിനുവേണ്ടിയാണ് അതിന് വേറെ ഇതുകൂടെ ഉണ്ട് കേട്ടോ. ആമയെ അതിനെ വെക്കുന്നതിൽ വേറെ കാര്യങ്ങളുണ്ട്. അതൊന്നും നമുക്ക് ഈ വിഷയത്തിൽ പറയേണ്ടതല്ല.
അത് ദേവഹിതമായ വിഷയമാണ്. അവൻ എന്തുകൊണ്ട് അവിടെ ഇരിക്കുന്നു, ദേവൻ്റെ എന്ത് സാധനമാണ് ഈ കൊടിമരം എന്ന് പറയുന്നത്, ദേവൻ്റെ നട്ടല്ല, അതൊക്കെ എന്ന് പറഞ്ഞാൽ ദേവവിഷയങ്ങൾ, ദേവപ്രശ്നത്തിൽ വരുന്നതായിട്ടുള്ള വിഷയങ്ങളും കാര്യങ്ങളും. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യവും സമ്പത്തും കടിച്ചെടുത്ത പോലെ എന്നുവെച്ചാൽ പടേന്ന് സാധനം, പടേന്നുള്ള സ്വർണം, പടേന്നുള്ള ധനം, പെട്ടെന്ന് കിട്ടേണ്ടതായിട്ടുള്ള ഐശ്വര്യം, സമ്പൽ സമൃദ്ധി, പ്രസിദ്ധി, ഇതൊക്കെ ഉണ്ടാകുമെന്നാണ് ചൈനക്കാർ പറയുന്നത്. ഇത് വിശ്വസിക്കാം എന്ന് തോന്നുന്നു. കാരണം വിശ്വസിക്കുന്നവർക്ക്, എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുന്നവർക്ക് ഉത്തമമായിരിക്കും, സംശയമില്ലാത്ത കാര്യം. അപ്പോൾ ഇതൊക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.